ഐഷു ഇപ്പം ഈ സിനിമ എന്ന് പറഞ്ഞ എപ്പോഴും ഇപ്പൊ ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഇതാണ്. ഡോക്ടർ പോലെ ഇത്രയും നല്ലൊരു കരിയർ കയ്യിലിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇനി അഭിനയമാണ് എൻ്റെ മുന്നോട്ടുള്ളത് തീരുമാനിച്ചത് ഏതൊരു ഘട്ടത്തിലാണ്? എൻ്റെ ഇഷ്ടം ഈ ഇതിലായിരുന്നു. അതായത് ആദ്യത്തെ സിനിമ ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിനോട് എനിക്ക് ഒരുപാട് പാഷനറ്റ് ആണ്. അത് എൻ്റെ റീസൺസ് ഫെയിമോ മണിയോ ഇതൊന്നുമല്ല. എനിക്ക് ഒരു താല്പര്യം തോന്നി, ആ താല്പര്യത്തിന് ഭയങ്കര ഇൻറ്റൻസിറ്റി ഉണ്ടായിരുന്നു. പിന്നെ അതായിരുന്നു എൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ് സിനിമ ചെയ്യാനായിട്ടുള്ള. ഞാൻ പ്ലാൻ സോറി ഞാൻ ചുമക്കുന്നു. ആൻസേഴ്സിന്റെ ഇടയിൽ ഡോക്ടറിന്ന് അത് പഠിക്കാൻ പോകുമ്പോൾ എനിക്ക് അത് തന്നെയായിരുന്നു പ്ലാൻ. പക്ഷെ പിന്നെ പ്ലാൻ മാറ്റുന്നത് ഞാനല്ല, ദൈവമായിരുന്നു. എന്തെങ്കിലും ചോദിക്കാണ്ടേ ദൈവത്തിനോട് ചോദിച്ചു. ഇനി അങ്ങോട്ട് ചോദിച്ചോളാം. എന്നോട് ചോദിക്കാം. ഷറഫിലേക്ക് വരികയാണെങ്കിൽ ഷറഫ് സഹനടനായിട്ട് വരുന്നു, നായകനാകുന്നു, വില്ലനാകുന്നു, കോമഡി ചെയ്യുന്നു, അങ്ങനെ എല്ലാ ജോണറിലും താങ്കൾ അഭിനയിക്കുകയാണ്. ഇതൊരു ബോധപൂർവമായ അല്ലെങ്കിൽ ശ്രദ്ധാപൂർവമായുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇങ്ങനത്തെ കഥാപാത്രങ്ങൾ? എനിക്കൊരു എളിമിടുന്നല്ലെന്നേ, എൻ്റെ എളിമിടുന്നല്ല ഞാൻ പറയണ്ടേ. അല്ല ഞാൻ പറയട്ടെ, അത് ബോധപൂർവമായിട്ട് വിളിക്കുന്നതിൽ നമുക്കൊരു എക്സൈറ്റ്മെന്റ് തോന്നും. ഇപ്പൊ റോഷാക്ക് വിളിക്കുന്നു, അല്ലെങ്കിൽ ഡെവൽ ക്രോസ് കോൾ വരുന്നു, അങ്ങനെ അവിടെ ഇവിടേക്ക് ആയിട്ട് അങ്ങനത്തെ കോൾസ് വരുന്നു. അല്ലാതെ ഞാൻ ഈ കൊമേഴ്ഷ്യൽ സിനിമയിൽ നോക്കുന്നു, ട്രൈ ചെയ്യുന്നു, അല്ലാതെ ഫാമിലി സിനിമകൾ കിട്ടുന്നു. അതൊക്കെ ചെയ്തിട്ട് എല്ലാം വർക്കായിരിക്കും അല്ലേ? ാണല്ലോ സാൻജോയെ പോലെ ഫാലിമി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു സിനിമ ചെയ്യുമ്പോൾ സാൻജോയുടെ മനസ്സിലുണ്ടായിരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും അത് ചെയ്തു എന്ന് പറയുന്നത് അതൊരു അംഗീകാരം തന്നെയല്ലേ? എനിക്ക് സാൻജോനെ അതിനു മുമ്പ് അറിയാം. നമ്മൾ അതിനു മുമ്പ് ഒരു കഥയല്ല 2 കഥ. അതിൽ ആദ്യത്തെ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അന്ന് നമ്മൾ കുറെ നേരം സംസാരിച്ചിട്ടുണ്ട്. പിന്നെ അപ്പൊ അങ്ങനെ 2 തവണ നമ്മൾ പരിപാടികൾ നടന്നിട്ടില്ല അല്ലേ? എത്തിയത് ഹലോ മമ്മിയാണ് ഞങ്ങള്. അതിപ്പോ എന്റെ കുഴപ്പം കൊണ്ടും അല്ല, എന്റെ കുഴപ്പമില്ലല്ലോ, ഞാൻ റെഡി ആയിരുന്നു. അതെ തീർച്ചയായിട്ടും. ഇനി വേറെ ഹീറോയിനെ വിളിക്കാൻ പറ്റൂല. എനിക്ക് എന്നെ അടുത്ത പടത്ത് വൈശാഖിനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് തമ്പൊക്കെ അങ്ങനെ കൊടുക്കാം കേട്ടോ. ഐശ്വര്യ ഭീഷണിപ്പെടുത്തി അങ്ങനെ എന്തെങ്കിലും തീർച്ചയായിട്ടും. ഇപ്പൊ ജോമോൻ എന്താ മിണ്ടാതെ ഇങ്ങനെ ഒരു സൈഡിൽ ജോമോനോട് എന്താ വെച്ചാൽ ഒരു വാക്കിലൊക്കെ അങ്ങ് ഒതുക്കാൻ. ജോമോനെ സംബന്ധിച്ചിടത്തോളം ഹലോ മമ്മിയിലെ കഥാപാത്രം എന്താ? ഷറഫിക്കയുടെ ഫ്രണ്ട് ആയിട്ടുള്ള ക്യാരക്ടറാണ്. എന്നെ തീരെ ഇഷ്ടമല്ല. പുള്ളിയെ രണ്ടുപേരും വിവാഹം കഴിക്കാൻ സമ്മതിക്കത്തില്ല. അവന് ബ്രഹ്മചര്യ ഉദ്ദേശം ഉണ്ടായി. അവൻ എന്നെയും കൂടി കൂട്ടി പിടിച്ചായിരുന്നു. അതിന്റെ ഇടയിൽ ഞാൻ മൊത്തം ഒരു തമാശ മൂഡിലുള്ള ഒരു കഥാപാത്രം.